കോംപ്ലിക്കേറ്റഡ് ആയതോടുകൂടി വിൻഡോസ് 11 വന്നപ്പോഴത്തേക്കും വിൻഡോസ് 10 വന്നപ്പോഴത്തേക്കും ഫയർവാൾ ഹൈലി സ്ട്രോങ് ആണ് വിൻഡോസിന്റെ ഒക്കെ. ഇനി വിൻഡോസ് 11 ഫയർവാൾ അതിലും സ്ട്രോങ് ആണ്. നമ്മൾ അതിന്റെ ഒന്നിന്റെ സ്ക്രീൻ കാണും. അപ്പോൾ ഇതാണ് ഫയർവാൾ എന്നുള്ള കൺസെപ്റ്റ്. ഇനി അതിൽ തന്നെ രണ്ട് തരം ഫയർവാൾ ഉണ്ട്, സോഫ്റ്റ്വെയർ ഫയർവാളും ഹാർഡ്വെയർ ഫയർവാളും. നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് വർക്ക് ചെയ്യുന്നതിന് നമുക്ക് സോഫ്റ്റ്വെയർ ഫയർവാൾ എന്നൊരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാം. അതായത് C++ പ്രോഗ്രാമിൽ എഴുതിയിട്ടാണ് അവിടെ ഡാറ്റ ഫിൽറ്റർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് സോഫ്റ്റ്വെയർ ഫയർവാൾ എന്ന് പറഞ്ഞത്. ഇനി ഹാർഡ്വെയർ ഫയർവാൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഡിവൈസ് ആണ്. അതിനകത്ത് സ്വല്പം ഇലക്ട്രോണിക്സ് ഉണ്ട്. ആ ഡിവൈസ് പുറത്തുനിന്ന് സാധനം ഇതിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം പലർക്കും തോന്നും, ഈ നമ്മുടെ രാജ്യത്തുള്ള ബാങ്കുകളുടെ സെർവറുകൾ എങ്ങനെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്നു? പലർക്കും തോന്നിയിട്ടുള്ള ഒരു സംശയമായിരിക്കും. കോടാനുകോടി രൂപയുടെ അക്കൗണ്ട് കിടക്കുന്ന, ഒരിക്കലും ബാങ്കിന്റെ സെർവറിൽ നേരിട്ട് കയറി ഡാറ്റ കൊണ്ടുപോകുന്ന ഒരു പരാതി ഇന്ന് വരെ ഒരു സ്ഥലത്തും പുറത്തു വന്നിട്ടില്ല. പലരുടെ അക്കൗണ്ട്, വ്യക്തികളുടെ അക്കൗണ്ടിൽ തെറ്റായിട്ടുള്ള പാസ്വേഡ് കൊടുത്തും അല്ലെങ്കിൽ അത് ക്രാക്ക് ചെയ്തൊക്കെ കയറും. ഒരിക്കലും ഒരു ബാങ്കിന്റെ സെർവറിലേക്ക് നേരിട്ട് കയറാൻ ഒരു ഹാക്കേഴ്സിനും ഒരു ടീമിനും സാധിക്കില്ല. അത് സാധിക്കില്ല. അതിന് കാരണം ഈ ഹാർഡ്വെയർ ഫയർവാളിന്റെ ഉപയോഗമാണ്. അത് നമ്മൾ അടുത്ത സെഷനിൽ വരും. അപ്പൊ ഇങ്ങനെ രണ്ട് തരം ഫയർവാൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക, സോഫ്റ്റ്വെയർ ഫയർ, ഹാർഡ്വെയർ ഫയർവാൾ. ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് വിൻഡോസ് 7 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉള്ളൊരു ഹാർഡ് ഫയർവാളാണ്. ഇനി നിങ്ങൾ സെഷൻ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ ചെല്ലുന്ന സമയത്ത് വിൻഡോസ് 7 ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ താഴെ ഒരു നെറ്റ്വർക്ക് കാർഡ് ഉണ്ട്, ഒരു സിമ്പിൾ ഉണ്ട്. അവിടെ നിങ്ങൾ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാൻ അതിന്റെ എടുക്കുന്ന സ്ക്രീൻ കാണിച്ചാൽ അവിടെ ഒരു ഫയർവാൾ ഓൾറെഡി ഗ്രീൻ കളറിൽ നിൽക്കുന്നുണ്ട്. സൈഡിൽ നോക്കിയാൽ കാണാം വിൻഡോസ് ഫയർവാൾ ഈസ് ഓൺ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ വിൻഡോസിലേക്ക് പുറത്തുനിന്ന് ആരും അങ്ങനെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്ത് കയറാത്തത്. നിങ്ങളൊരു MSME നിങ്ങളുടെ യൂണിറ്റിൽ തന്നെ വർക്ക് ചെയ്യണമെങ്കിൽ ഫയർവാളിന് പ്രസക്തിയില്ല. ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഫയർവാളിന് പ്രസക്തിയുള്ളൂ. ഇനി നമ്മൾ അത് ഫയർവാൾ എങ്ങനെയാണെന്ന് നോക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ സ്ക്രീനിന്റെ താഴെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു ഐക്കൺ കാണും, ഒരു നെറ്റ്വർക്കിന്റെ ഐക്കൺ കാണും. അത് ഞാൻ യെല്ലോ കളറിൽ വട്ടം വരച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ആൻഡ് ഇന്റർനെറ്റ് സെക്യൂരിറ്റീസ് എന്ന് കാണും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഇതർനെറ്റ് എന്ന് പറഞ്ഞാണ് നെറ്റ്വർക്ക്. നിങ്ങൾ അറിയാം, നിങ്ങളുടെ ലാപ്ടോപ്പിലെയും ഡെസ്ക്ടോപ്പിലേക്ക് നെറ്റ്വർക്ക് കേബിൾ വഴിയാണ് സാധാരണ കണക്ഷൻ വരുന്നത്. ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ, ലാപ്ടോപ്പ് ആണെങ്കിൽ നെറ്റ്വർക്ക് കാർഡ് വഴിയും വരാം, വൈഫൈ വഴിയും വരാം. പക്ഷെ അത് രണ്ടും നമ്മൾ ഇതർനെറ്റിൽ തന്നെയാണ് വരുന്നത്. അതിന് ലാൻ എന്നും പറയും, വയേർഡ് കണക്ഷനും വയർലെസ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ വയർലെസ് ലാനും വയേർഡ് ലാനും രണ്ടായിട്ട് ആണ് സംഭവം കാണിക്കുന്നത്. അപ്പോൾ ഇതർനെറ്റ് എന്നാണ് അതിന് കോമൺ ആയിട്ട് പറയുന്നത്. ആ ഇതർനെറ്റിൽ നിങ്ങൾക്ക് ഇതർനെറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസ് 7ന്റെ സ്ക്രീനാണ്, വിൻഡോസ് 10ന്റെ സ്ക്രീനാണ് കാണിക്കുന്നത്. അതിനകത്ത് വിൻഡോസ് ഫയർവാൾ എന്ന് റൈറ്റ് സൈഡിൽ കാണിക്കും. ആ വിൻഡോസ് ഫയർവാൾ എന്ന് റൈറ്റ് സൈഡിൽ കാണിക്കും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നോക്കി, ആദ്യം കണ്ടത് വിൻഡോസ് 7ന്റെ ഫയർവാൾ സ്ക്രീനാണ് കാണിച്ചത്. ഇപ്പൊ കാണിച്ചത് ഡൊമൈൻ നെറ്റ്വർക്ക്, പ്രൈവറ്റ് നെറ്റ്വർക്ക്, പബ്ലിക് നെറ്റ്വർക്ക്, ഇതെല്ലാം സ്ട്രോങ് ആയിട്ടാണ് വിൻഡോസിന്റെ 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻഡസ്ട്രിയിൽ വന്നേക്കുന്നത്. അപ്പൊ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ഇൻഡസ്ട്രിയിൽ വരുന്ന സമയത്ത് അത്രയും സെക്യൂരിറ്റി ഫീച്ചേഴ്സ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഫയർവാൾ എന്നുള്ള രീതിയിൽ അത്രയും സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. വിൻഡോസ് എക്സ്പിയിലും വിൻഡോസ് 7ലും ആന്റിവൈറസ് നിർബന്ധമായിരുന്നു. ആന്റിവൈറസ് ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഈ ഫയർവാളിന്റെ റോള് ചെയ്തുകൊണ്ടിരുന്ന ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ വിൻഡോസ് 10ലേക്ക് വന്നപ്പോൾ ആന്റിവൈറസ് അത്ര നിർബന്ധമല്ല. കാരണം വിൻഡോസിന്റെ ഫയർവാൾ അത്യാവശ്യം സ്ട്രോങ് ആണ്. ആന്റിവൈറസ് ഇല്ലാതെ തന്നെ അത് അത്യാവശ്യമൊക്കെ മാനേജ് ചെയ്താണ് പോകുന്നത്. അത്രയ്ക്ക് വലിയ ഹെവി ഇൻട്രൂഷൻ ഒക്കെ വന്നാൽ മാത്രമാണ് വിൻഡോസ് 10 പൈറേറ്റഡ് അല്ലാത്തത്. സ്ഥിരമായിട്ട് വിൻഡോസിന്റെ അപ്ഡേറ്റ്സ് എടുക്കുന്ന വിൻഡോസ് 10 ഹൈലി സ്ട്രോങ് ആണ്. ആ കാര്യത്തിൽ മൈക്രോസോഫ്റ്റ് അവരെ കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട്. എന്നാൽ വിൻഡോസ് എക്സ്പി വിൻഡോസ് 7ഉം അത്രയും സ്ട്രോങ് ആയിരുന്നില്ല. നിങ്ങൾക്ക് പല അനുഭവങ്ങൾ കാണുമായിരിക്കും. വിൻഡോസ് 7ഉം വിൻഡോസ് എക്സ്പി ഒക്കെ ഉപയോഗിച്ചിരുന്ന സമയത്ത് ആന്റിവൈറസ് എക്സ്പയർഡ് ആയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ പ്രശ്നങ്ങൾ തുടങ്ങിയ അനുഭവങ്ങൾ പലർക്കും ഉണ്ടാവും. എന്നാൽ വിൻഡോസ് 10 അങ്ങനെയല്ല. അതിനകത്ത് അതിന്റെ ആർക്കിടെക്ചറിൽ ഒത്തിരി മാറ്റം വന്നു. i5 i3 കോർ ടെക്നോളജി, ഹാർഡ്വെയർ മാറി. അതുകൊണ്ട് ഹാർഡ്വെയർ മാറുമ്പോൾ സ്വാഭാവികമായും ആൽഗരിതത്തിന്റെ സ്പീഡ് കൂടും. നിങ്ങളൊരു ഫ്രഷ് ആയിട്ടൊരു വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ 13 GB ആണ് ഫയൽസ് ഉണ്ട്. 13 GB ഫയൽസ് ഫ്രഷ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ ഡ്രൈവിന്റെ സ്പേസ് പോയി കഴിഞ്ഞാൽ 13 GB ഫയൽസ് വരുന്നുണ്ട്. നേരെ മറിച്ച് വിൻഡോസ് 7 വിൻഡോസ് 8 ഒക്കെ വളരെ കുറച്ച് ഫയൽസേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 13 GB വന്നത് ഈ സെക്യൂരിറ്റിക്കുള്ള ഫയൽസ് അതിനകത്ത്, ഒരു ആൽഗരിതം വർക്ക് ചെയ്യാനുള്ള ഫയൽസ് അതിനകത്ത് ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ അതാണ് വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫയർവാൾ എന്ന് പറഞ്ഞ സംവിധാനമാണ് സ്ക്രീനിൽ കാണുന്നത്. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ചെന്ന് ചെയ്ത് നോക്കിക്കോ. ഇനി അടുത്തത് നമ്മൾ ഹാർഡ്വെയർ ഫയർവാൾ. ഇത് MSME വിട്ട് മുകളിലേക്കുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവർ ആരെങ്കിലും ഫയർവാൾ ഉപയോഗിക്കുന്നവർ, ചിലപ്പോൾ ഹാർഡ്വെയർ ഫയർവാൾ ഉപയോഗിക്കുന്നവർ ഉണ്ടാവാം. പ്രത്യേക സാഹചര്യത്തിൽ വെച്ചിട്ടുണ്ടാവാം. വെബ് ബേസ്ഡോ അങ്ങനെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ചെയ്യുന്നവർ വെച്ചിട്ടുണ്ടാവാം. അല്ലാത്ത കേസിൽ ഒരു ഹയർ ലെവലിലുള്ള ഇൻഡസ്ട്രി ഓടിക്കുന്നവരുടെ അടുത്ത് നിർബന്ധമായും
ഉണ്ടാവുന്ന ഒരു ഡിവൈസാണ് ഹാർഡ്വെയർ ഫയർവാൾ എന്ന് പറയും. ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആണ്. ഒരു 2 lakhsന് മേലെയൊക്കെ പ്രൈസ് വരും. അതിന്റെ ഡിവൈസിന് അധികം വിലയില്ല. പക്ഷെ അതിന്റെ സബ്സ്ക്രിപ്ഷൻ ഹൈലി കോസ്റ്റ്ലി ആണ്. ഇപ്പൊ നിങ്ങൾ അടുത്തിടെ ഒരു സിനിമയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു അയാം കാതൽ എന്നുള്ള ഒരു സിനിമയൊക്കെ ഒരു 3-4 വർഷം മുമ്പ് റിലീസ് ചെയ്തതിൽ ഇത് ഈ വിഷയം കാണിക്കുന്നുണ്ട്. മലയാളത്തിൽ അങ്ങനെ കീടം, അയാം കാതൽ ഇതൊക്കെയാണ് ഒരു ഈ ടെക്നോളജി ബേസ്ഡ് ഫിലിം വന്നത്. അതിനകത്ത് ഹാർഡ്വെയർ ഫയർവാളിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അത് ഏറെക്കുറെ ശരിയായിട്ടാണ് അതിനകത്ത് കഥകൾ പോകുന്നത്. അപ്പൊ അത് ഉള്ള കമ്പനികൾ ജസ്റ്റ് ഒന്ന് പറയാതെ, സിസ്കോ എന്ന് പറഞ്ഞ കമ്പനിയാണ് ലോകത്ത് ഇതിൽ അധികായന്മാർ. പക്ഷേ ഇന്ത്യയിൽ അധികം സിസ്കോയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നില്ല. പിന്നെയുള്ള ഫോർട്ടിനെറ്റ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്, സിസ്കോ ഫോർട്ടിനെറ്റ്. പിന്നെ പാലെ വോൾട്ടോ, മിഡിൽ ഈസ്റ്റിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പാലെ വോൾട്ടോ, മറ്റേ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളൊരു ഫയർവാളാണ് പാലെ വോൾട്ടോ. പിന്നെ ചെക്ക് പോയിന്റ് എന്ന് പറയും, അതും ഗൾഫ് രാജ്യങ്ങൾ ഉപയോഗിക്കും. ഓരോ രാജ്യത്തിനും ഓരോ ട്രെൻഡാണ് ഫയർവാൾ. ഇതെല്ലാം ഹാർഡ്വെയർ ഫയർവാളാണ്. നിങ്ങൾക്ക് അത് കണ്ടാൽ തന്നെ അറിയാം. നെറ്റ്വർക്ക് ഇതിലൂടെ കയറി ഇറങ്ങി വരുള്ളൂ. ഒരു കാരണവശാലും ഡയറക്റ്റ് ക്യാമ്പസിലേക്ക് നെറ്റ് വരില്ല. അപ്പൊ ഇത് ഹാർഡ്വെയർ ഫയർവാളിന്റെ വേറൊരു രൂപമാണ്. ഇത് MSME വിട്ട് മേലേക്കുള്ള ഒരു സംവിധാനത്തിനാണ് അധികം ഉപയോഗിക്കുന്നത്. ഹൈലി കോസ്റ്റ്ലി ആണ്. ഇതിന്റെ കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കാനുണ്ട്. അതിനകത്തൊക്കെ ഒരു IP അഡ്രസ്സിന്റെ കുറെ പരിപാടികളാണ് അതിനകത്ത് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മളൊരു സ്വല്പം ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ടെക്നിക്കൽ അല്ല, നിങ്ങളുടെ സൈബർ സെക്യൂരിറ്റിയിൽ നിങ്ങൾ ഈ സെഷൻ കഴിഞ്ഞ് നിങ്ങൾ 1 മണിക്കൂർ അരമണിക്കൂർ നിങ്ങൾ ചെയ്യേണ്ട ഒരു കേസാണ്. അടുത്ത് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ, നിങ്ങളൊരു MSME വ്യവസായം നടത്തുന്നു. നിങ്ങൾക്ക് അവിടെ ലാപ്ടോപ്പ് ഉണ്ട്, ഡെസ്ക്ടോപ്പ് ഉണ്ട്. ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് നഷ്ടപ്പെട്ടു. നിങ്ങൾ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ലാപ്ടോപ്പ് നഷ്ടപ്പെടാം, അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ ബർഗ്ലറി ഇഫക്റ്റിന്റെ ഫലമായിട്ട് ലാപ്ടോപ്പ് ആരെങ്കിലും എടുത്തുകൊണ്ടുപോയി, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സംവിധാനം ആരെങ്കിലും എടുത്തുകൊണ്ടുപോയി. നിങ്ങൾ എങ്ങനെ പരാതിപ്പെടും? അവിടെയാണ് ഈ മാക് ID-യുടെ ഇമ്പോർട്ടൻസ്. നിങ്ങളൊരു ലാപ്ടോപ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായി നിങ്ങൾ പോലീസിൽ എവിടെയെങ്കിലും അറിയിക്കുമ്പോൾ, സാറേ എൻ്റെ ലാപ്ടോപ്പ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതും, സാറേ എൻ്റെ ലാപ്ടോപ്പ് നഷ്ടപ്പെട്ടു, അതിൻ്റെ മാക് ID ഞാൻ, സീരിയൽ നമ്പർ മാക് ID ഞാൻ എൻ്റെ മെയിലിൽ സേവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു കോപ്പി കൊടുക്കുന്നത് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. നിങ്ങൾ സീരിയൽ ID മാക് ID ഞാൻ മെയിലിൽ സേവ് ചെയ്തിട്ടുണ്ട്, ഇതാണ് അതിൻ്റെ കോപ്പി എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ, ആ പരാതി കൊടുത്ത് വിത്തിൻ 10 മിനിറ്റ്സ് ആ ലാപ്ടോപ്പോ മൊബൈലോ ബ്ലോക്ക് ചെയ്യാൻ ആ പോലീസ് ഉദ്യോഗസ്ഥന് സാധിക്കും. നേരെ മറിച്ച് ഇതില്ല, എൻ്റെ മൊബൈലാണ് നഷ്ടപ്പെട്ടു, എൻ്റെ സാംസങ്ങിന്റെ മൊബൈൽ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എൻ്റെ ഐഫോൺ നഷ്ടപ്പെട്ടു എന്നാണ് പരാതി പോകണമെങ്കിൽ, അവരെ സംബന്ധിച്ചിടത്തോളം 1-2 ദിവസം അവർ ബുദ്ധിമുട്ടിയാൽ മാത്രമാണ് ഇതിന്റെ മാക് ID എടുക്കാൻ പറ്റും. മൊബൈൽ നമ്പർ വെച്ച് പർട്ടിക്കുലർ ഏജൻസിയിൽ ആവശ്യപ്പെട്ട് അവർ ആ കോളിൽ നിന്ന് അതിന്റെ മാക് ID വേറെ ഫയൽ ഫിൽറ്റർ ചെയ്ത് മെയിൽ ചെയ്ത് വരുമ്പോഴത്തേക്കും ദിവസം 1-2 എടുക്കും. അപ്പോഴത്തേക്ക് ഈ സംഭവം കടൽ കടന്ന് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഗാഡ്ജറ്റിന്റെ ഈ മാക് ID സീരിയൽ നമ്പർ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും സിമ്പിൾ ആയിട്ട്. അതാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ മാക് ID എന്ന് പറഞ്ഞത് ഇപ്പൊ ഈ ഒരു സെഷനിൽ അങ്ങനെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, ഇത്രയും മാത്രം മനസ്സിലാക്കിയിരിക്കുക. ഇതൊരു 48 ബിറ്റ്സ് ടെക്നോളജിയാണ്. അല്ല 24 ബിറ്റ് ഒരു മാക് ID. ഇപ്പൊ നിങ്ങളൊരു ലാപ്ടോപ്പ്, ഡെല്ലിന്റെ ലാപ്ടോപ്പ് ആണെങ്കിൽ അതിന്റെ 24 ബിറ്റ്, ആ 48 ബില്ല് 24 ബിറ്റ് ഫിക്സഡ് ആയിട്ട് ഈ മാനുഫാക്ചർ ചെയ്യുന്ന ഡെല്ല് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയും 24 ബിറ്റ് ഒരു ഏജൻസിയുമാണ് കൊടുക്കുന്നത്. അതായത് ഇതിന് ഈ പറയുന്ന മാക് ID അലോട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയും ആ ഡിവൈസ് മാനുഫാക്ചർ ചെയ്യുന്നവരും കൂടിയാണ് ചെയ്യുന്നത്. അത് അങ്ങനെ ചെയ്തേക്കണോണ്ടാണ് ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ അങ്ങനെ ഒരു സംവിധാനമൊക്കെ ഒരിടയ്ക്ക് ഉണ്ടാകുന്നു. മൊബൈൽ ഫോണിന്റെ IEMI, ഈ മാക് IDക്ക് പറയുന്ന പേരാണ് IEMI നമ്പർ എന്നും പറയും. അത് മറ്റേ മാച്ച് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഒക്കെ ഒരിടയ്ക്ക് ഉണ്ടാകും. അതൊന്നും ഇപ്പം നടക്കൂല, കാരണം അതൊക്കെ ടെക്നോളജി മാറി. അപ്പൊ മാക് ID എന്ന് പറഞ്ഞാൽ 48 ബിറ്റ് ആണ്. നിങ്ങളുടെ ഡിവൈസിനല്ലാണ്ട് അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറയാം. അതേപോലെ തന്നെ IP version 4 എന്ന് പറഞ്ഞ സംവിധാനം നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ ലാപ്ടോപ്പിനകത്ത് എവിടെയെങ്കിലും ഒക്കെ IP ഇങ്ങനെ കാണിക്കേണ്ട IP അഡ്രസ് എന്ന് പറയുന്നത് IP version 4 എന്ന് പറയുന്നതാണ്. അത് റിലീസ് ചെയ്തത് 1981-ലാണ്. 1981 വിൻഡോസ് ഒക്കെ ഇറങ്ങുന്ന ആ സമയത്തെ IP അഡ്രസ് കൺസെപ്റ്റ് ഉണ്ട്. യുണിക്സിലൊക്കെ IP അഡ്രസ് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ചെയ്തതായിട്ട് ഓർക്കുന്നുണ്ട്. IP അഡ്രസ് ഉണ്ട്. 1981 റിലീസ് ചെയ്ത ഫസ്റ്റ് IP അഡ്രസ് വെർഷനാണ് IP version 4. ഇത് വേറെ ഒന്നല്ല, ഒരു 32 ബിറ്റിന്റെ മാത്തമാറ്റിക്സിന്റെ ഒരു ലോജിക്കാണ്. അത് സാധാരണ എല്ലാവർക്കും അറിയുന്ന ഒരു IP അഡ്രസ് ആണ്. 192.168.1.1. നിങ്ങളുടെ റൗട്ടറിന്റെ ഗേറ്റ് വേ എപ്പോഴും അതായിരിക്കും. അത് അങ്ങനെ ഇട്ടു എന്ന് വിചാരിച്ചാൽ കുഴപ്പമൊന്നുമില്ല. 1.1 ഇട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും എല്ലാവരും 1.1 വിചാരിച്ചു. അത് സാധിക്കില്ല. കാരണം ആ റൗട്ടറിന്റെ മാക് ID കൂടി അതിനകത്ത് വന്നാൽ മാത്രമേ അതിന് ഇഫക്റ്റ് വരുള്ളൂ. അപ്പൊ ഇത് 32 ബിറ്റിന്റെ അതിന്റെ സ്പ്ലിറ്റ് സ്ക്രീനിൽ കാണാം.